നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഇന്നലെ UCL ഡ്രോയിൽ ക്രിസ്ത്യാനോ ആയിരുന്നല്ലോ താരം. ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് ഇന്നലെ ഒരു പുരസ്കാരം സമർപ്പിക്കുകയും ചെയ്തു. സ്പെഷ്യൽ അവാർഡ്. UCLൻ്റെ ഓൾ ടൈം ടോപ്പ് സ്കോററാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ UEFA അദ്ദേഹത്തെ ആദരിച്ചു. ജിയാൻലുഗി ബഫണെ ആദരിച്ചു. മികച്ച ഗോൾ കീപ്പർ ബഫണെ ആദരിച്ചു. ക്രിസ്ത്യാനോ റൊണാൾഡോ അവാർഡ് സ്വീകരിച്ച ശേഷം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം. അദ്ദേഹം പറഞ്ഞത്, ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വരിക എന്നുള്ളത് വലിയൊരു പ്ലഷറാണ്. താങ്ക് യു ഫോർ ദിസ് അമേസിങ് അവാർഡ്. നിങ്ങൾക്കറിയാവുന്ന പോലെ ചാമ്പ്യൻസ് ലീഗ് എന്ന് പറയുന്നത് ഫുട്ബോളിലെ ഏറ്റവും ഹയ്യസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ്. റെക്കോർഡ്സ് അവ സ്വയം സംസാരിക്കും. പക്ഷേ ഈ ലീഗ്, ഇതിൻ്റെ ലെവല് അത് അത്ര വലുതാണ്. സോ പ്ലെയേഴ്സ് ഈ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ എപ്പോഴും ആഗ്രഹിക്കുന്നു. എനിക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഗലയിലേക്ക് വരുമ്പോൾ നൈസ് മെമ്മറീസാണുള്ളത്. എപ്പോഴും അങ്ങനെയാണല്ലോ, ഫുട്ബോൾ ഈസ് മാനേജ്ഡ് ബൈ മെമ്മറീസ്. സോ താങ്ക് യു ഫോർ ദിസ് എന്ന് അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നു. പിന്നീട് അദ്ദേഹം മറ്റ് ചില കാര്യങ്ങൾ കൂടി സംസാരിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കാം. അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട UCL കിരീടം ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഫസ്റ്റ് വൺ ഈസ് ഓൾവേസ് സ്പെഷ്യൽ വൺ. സോ മാഞ്ചസ്റ്ററിലായിരിക്കുന്ന സമയത്ത് നേടിയതാണ്. ഓഫ് കോഴ്സ് റയൽ മാഡ്രിഡിലുള്ളത് ഡിഫറൻ്റ്ലി സ്പെഷ്യൽ തന്നെയായിരുന്നു. 4 തവണ അവിടെ വെച്ച് ഞാൻ UCL നേടുകയുണ്ടായി. ആ സമയത്ത് 2018 ലിസ്ബണിൽ ഞാൻ ഓർക്കുന്നു, ഐ ഫെൽറ്റ് ലൈക്ക് ദി മോസ്റ്റ് എക്സ്പെൻസീവ് പ്ലെയർ ഇൻ ദി വേൾഡ് ആൻഡ് ദർ വാസ് പ്രഷർ അബൌട്ട് വിന്നിങ് ദി ചാമ്പ്യൻസ് ലീഗ്. സോ ഞാനെപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യം, ട്രോഫീസും അതുപോലെ ഗോളുമൊക്കെ അത് പിന്നാലെ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ്. ഇതാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ പ്രധാനമായും പറയുന്നത്. ഒരു നാൾ യൂറോപ്പിലേക്ക് മടങ്ങുമോ എന്നുള്ളൊരു ചോദ്യം അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്. അദ്ദേഹം ഭാവി എന്താണ് കാത്തുവെച്ചിരിക്കുന്നത് എന്നാർക്കറിയാം എന്നുള്ള പ്രതീക്ഷാ നിർഭരമായിട്ടുള്ള ഒരു മറുപടിയാണ് അതിന് കൊടുത്തിരിക്കുന്നത്. കാത്തിരിക്കാം CR7 ഭാവിയിൽ യൂറോപ്പിലേക്ക് മടങ്ങിയെത്തുമോ എന്നറിയാൻ വേണ്ടി. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.